ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെയ് മ്യൂങ്ങുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇന്ത്യയും ദക്ഷിണ കൊറിയയും വിവിധ മേഖലകളിലെ 4 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. ഇൻഡോ പസഫിക് മേഖലയുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും പൊതുവായ കാഴ്ചപ്പാട് പങ്കിടുന്നതായി പ്രധാനമന്ത്രി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിരോധം, നിർമ്മിത ബുദ്ധി, കപ്പൽ നിർമ്മാണം എന്നിവയിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തമാക്കുമെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെയ് മ്യൂങ് വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച ഉന്നതതല ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്നലെ റിയാദിൽ എത്തി. സൌദി ഊർജ്ജമന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൽമാൻ, വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മുസൈബ് ബിൻ മുഹമ്മദ് അൽ ഐബാൻ എന്നിവരുമായി ശ്രീ ഡോവൽ കൂടിക്കാഴ്ച നടത്തി. സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തൽ, ഊർജ്ജ സ്ഥിരത ഉറപ്പാക്കൽ, പ്രാദേശിക സാഹചര്യങ്ങൾ തുടങ്ങിയവ ചർച്ചയായി. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികൾ സൌജന്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയിൽ നടപടിയുമായി സുപ്രീംകോടതി. ഇതു സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ദേശീയ കംട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ എന്നിവർക്ക് കോടതി നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നടപടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് 2 ദിവസം ശേഷിക്കെ പ്രചാരണം ഊർജ്ജിതം. താരപ്രചാരകരെ ഉൾപ്പെടെ അണിനിരത്തി പഴുതടച്ച പ്രചാരണത്തിലാണ് രാഷ്ട്രീയ കക്ഷികൾ. ഈ മാസം 23-നാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. 2ാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 29-ന് നടക്കും. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ പ്രചാരണ പരിപാടിയിൽ സംസാരിച്ചു. തെലുങ്കുദേശം പാർട്ടി നേതാവും ആന്ധ്ര മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡുവും കേന്ദ്രമന്ത്രിയും TDP നേതാവുമായ കിഞ്ചരപു രാം മോഹൻ നായിഡുവും കോയമ്പത്തൂരിൽ NDA സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം നടത്തി. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുക. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മെയ് 4-നാണ് വോട്ടെണ്ണൽ. കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിലെ JDTയിലെ സ്ട്രോങ് റൂം തുറന്നെന്ന വാർത്ത തെറ്റാണെന്ന് പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസർ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എൻകോർ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി പോളിംഗ് രേഖകൾ സൂക്ഷിച്ച സീൽ ചെയ്യാത്ത മുറിയാണ് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ തുറന്നതെന്നും റിട്ടേണിംഗ് ഓഫീസർ വ്യക്തമാക്കി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളോ പോസ്റ്റൽ ബാലറ്റുകളോ സൂക്ഷിച്ച മുറിയല്ല തുറന്നതെന്നും റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 133-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. മൻ കി ബാത്തിലേക്ക് ഈ മാസം 24 വരെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. വയനാട് ടൌൺഷിപ്പിലെ വീടുകൾ മഴയിൽ ചോർന്നൊലിച്ചതല്ലെന്ന് മന്ത്രി കെ രാജൻ. വാട്ടർ ബോണ്ടിംഗ് പരിശോധന നടത്തിയതിന്റെ ഭാഗമായാണ് വെള്ളം കിനിഞ്ഞ പാടുണ്ടായത്. ഈ മാസം 30-നുള്ളിൽ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വീടിന്റെ ഉടമയായ നൌഫലിനെ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കരുതെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. തൃശൂർ പൂരത്തിന് കൊടിയേറി. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലുമാണ് ഇന്ന് കൊടിയേറ്റം. ഈ മാസം 24-ന് ഇരു വിഭാഗങ്ങളുടെയും ചമയ പ്രദർശനങ്ങൾക്ക് തുടക്കമാകും. അന്ന് സാമ്പിൾ വെടിക്കെട്ടും നടക്കും. 25-നാണ് പൂരവിളംബര ചടങ്ങുകൾ. 26-ന് തൃശൂർ പൂരത്തിന്റെ പ്രധാന ആകർഷണങ്ങളായ മഠത്തിൽ വരവ് പഞ്ചവാദ്യം, ഇലഞ്ഞിത്തറമേളം, കുടമാറ്റം എന്നിവയും പുലർച്ചെ പ്രധാന വെടിക്കെട്ടും നടക്കും. 27-ന് പകൽ പൂരത്തിന് ശേഷം ഉപചാരം ചൊല്ലി പിരിയും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ക്ലാസുകൾ നിർത്തിവെക്കാൻ കളക്ടർ ഉത്തരവിട്ടു. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പകൽ 11 മണി മുതൽ 3 മണിവരെ നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. ചൂട് കൂടുമ്പോൾ ഇഴജന്തുക്കൾ പുറത്തിറങ്ങാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് കൂടുതൽ വരുന്ന സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധ നൽകി ശുചീകരിക്കുമെന്ന് മേയർ. മഴക്കാല പൂർവ്വ ശുചീകരണം സംബന്ധിച്ച് റെയിൽവേ അധികൃതരുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം തള്ളുന്നത് തടയാൻ സ്ക്വാഡ് പരിശോധന കർശനമാക്കിയതായും മേയർ വ്യക്തമാക്കി. തമിഴ്നാട്ടിലെ വിരുദുനഗർ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനം അന്വേഷിക്കാൻ മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഗോവിന്ദ റാവുവിന്റെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ സംഘം സന്ദർശിച്ചു. ഇന്നലെയുണ്ടായ സ്ഫോടനത്തിൽ 25 പേരാണ് മരിച്ചത്. തൊഴിലാളികൾ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം.
വിദ്യാർത്ഥികൾക്ക് സൌജന്യ ലാപ്ടോപ്പുകൾ നൽകുന്നുവെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. അത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും സർക്കാർ പദ്ധതികൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റുകൾ മാത്രം സന്ദർശിക്കണമെന്നും PIB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.